ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസിൻ്റെ പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ എല്ലാവർക്കും നേരുകയാണ്. അതോടൊപ്പം തന്നെ പെരുന്നാളിന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കണ്ടേ? നമുക്കെന്നാൽ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കിയാലോ? അടിപൊളി നവാബി ഷെമായി തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നവാബി ഷെമായി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നവാബി ഷെമായി തയ്യാറാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചൂടായ പാനിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ക്യൂബായിട്ട് മുറിച്ചെടുത്ത ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെയുണ്ട്. ഇതിപ്പോൾ ബട്ടർ ഒന്ന് ഉരുകി വരികയാണ്. ഉരുകി വരുന്ന ബട്ടറിനകത്തേക്ക് ചെറുതായിട്ട് പൊടിച്ചെടുത്ത വേമസല്ലി അഥവാ സേമിയ വളരെ നേരിയതായിട്ടുള്ള സേമിയ നമുക്ക് മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തത് ശേഷം അടുത്തതായിട്ട് മിൽക്ക് പൗഡർ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തവി പോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ച്, തവിയോ സ്പൂണോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സായി വന്നിരിക്കുന്ന നമ്മുടെ വേമസല്ലി ഒരു ബൗളിനകത്തേക്ക് സെറ്റ് ചെയ്യാണ്. അതിൻ്റെ ഒരു ഹാഫ് ഭാഗം, ഒരു പകുതി എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ഡിഷിനകത്തേക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നമുക്കിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മളൊരു 1/2 ലിറ്റർ പാലെടുത്തിരിക്കുകയാണ്. 1/2 ലിറ്റർ പാലിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്തതിന് ശേഷം 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് ഇത് ചെറിയ തീയിൽ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിനകത്തേക്ക് 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കോൺഫ്ലോറും 1 ടീസ്പൂൺ കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പൊടിപ്പും തടിതടിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയ തീയിലാണ് തിളപ്പിക്കേണ്ടത്. ഈ തിളച്ച് കുറുകി വന്ന പാലിനകത്തേക്ക് നമ്മുടെ ഈ കസ്റ്റർഡ് മിക്സ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് മിക്സ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേമസല്ലിയുടെ മുകളിലേക്ക് കുറച്ച് ബദാം, നട്ട്സ് എന്തായാലും ഉപയോഗിക്കാം. ഞാനിവിടെ ബദാമാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ബദാം ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കസ്റ്റർഡ് മിൽക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റർഡ് മിൽക്ക് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വേമസല്ലി, ആ വേമസല്ലി ഇതിൻ്റെ മുകളിലേക്ക്, അത് നമ്മുടെ സേമിയ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും സേമിയ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഇതുപോലെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സേമിയയും ഇതുപോലെ നന്നായിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അത് മുകളിലിട്ട് സെറ്റാക്കിയതിന് ശേഷം ബാക്കി വരുന്ന നമ്മുടെ ബദാം നട്ട്സ് ഉള്ളത് അത് കട്ട് ചെയ്തത് ഇതുപോലെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ബദാമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്ത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബദാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. എല്ലായിടത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നവാബി ഷവാമി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ അധികം ടേസ്റ്റുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനം കൂടിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.